കൊല്ലം സുധിയുടെ മരണം ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഭാര്യ രേണുവിനും മക്കൾക്കും. സുധിച്ചേട്ടൻ തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് രേണു ഇപ്പോഴും പറയുന്നത്. മരിക്കുന്നതിന് തലേ ദിവസം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് രേണു ഇപ്പോൾ പറയുന്നത്. സുധിയുടെ വീട്ടിലെത്തിയ ലക്ഷ്മി നക്ഷത്രയോടായിരുന്നു രേണു മനസ്സ് തുറന്നത്. എന്തും സുധി ഞങ്ങൾക്കാണ് വാങ്ങിത്തരാറുള്ളതെന്നും സുധിയോടെ എന്ത് വേണമെന്ന് ചോദിച്ചാലും വേണ്ട എന്നാണ് പറയാറുള്ളതെന്നും രേണു പറഞ്ഞു. മരിക്കുന്നതിന്റെ തലേന്ന് മീൻകറി വെച്ച് തങ്ങൾക്ക് സുധിച്ചേട്ടൻ വിളമ്പി തന്നുവെന്നും അവസാനം സുധിച്ചേട്ടൻ ഒന്നും കിട്ടിയില്ലെന്നും അത് ചോദിച്ചപ്പോൾ നിങ്ങൾ വയറു നിറച്ച് കഴിക്കുന്നത് കാണാനാണ് സന്തോഷമെന്നും സുധിച്ചേട്ടൻ പറഞ്ഞുവെന്നും രേണു പറയുന്നു. മരിക്കുന്നതുവരെയും സുധിച്ചേട്ടൻ തന്നെയോ മക്കളെയോ ചീത്ത പറഞ്ഞിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇപ്പോൾ സുധിച്ചേട്ടന്റെ സ്വപ്നമായ വീട് യാഥാർത്ഥ്യമാകാൻ പോകുകയാണെന്നും തങ്ങൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ സുധിച്ചേട്ടന്റെ ആത്മാവ് അതിയായി സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്നും രേണു പറയുന്നു. സുധി മരിക്കുന്ന സമയത്ത് കൊണ്ടുപോയ ബാഗ് രേണു ലക്ഷ്മിയെ തുറന്നു കാണിക്കുകയും ചെയ്തു. ചിന്നുവിനൊരു കാര്യം കാണിച്ചു തരാം, ഒരു കാര്യമുണ്ട്, ഇതെന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാണ് ബാഗ് കാണിക്കുന്നത്. സുധിച്ചേട്ടൻ ലാസ്റ്റ് കൊണ്ടുപോയ ബാഗാണിത്. ഇതിനകത്ത് എന്താണെന്ന് അറിയുമോ? സുധിച്ചേട്ടൻ അവസാനമായി ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണിതിൽ. കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല, ലക്ഷ്മിയുടെ രേണു പറഞ്ഞു. സുധിച്ചേട്ടന്റെ മണം ഇപ്പോഴും ഡ്രസ്സിനുണ്ടെന്നും ആ സ്മെൽ തനിക്ക് ജീവിതാവസാനം വരെ കൂടെ വേണമെന്നും ആഗ്രഹമുണ്ടെന്നും രേണു പറയുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു മരിച്ചവരുടെ സ്മെൽ പെർഫ്യൂം ആക്കി കിട്ടുമെന്ന്. എനിക്കതേപറ്റി കൂടുതൽ അറിയില്ല, പക്ഷേ ഏട്ടന്റെ മണം ലൈഫ് ലോങ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മോൾ അങ്ങനെ പറ്റുമെങ്കിൽ എനിക്കത് പെർഫ്യൂം ആക്കി തരണം. എനിക്കത് ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്നും ലക്ഷ്മിയുടെ രേണു പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.